ഓം ശാന്തി. സർവശക്തിവാൻ ബാബ പറയുന്നു, മനനശക്തിയാണ് ദിവ്യബുദ്ധിയുടെ ടോണിക്. ഭക്തിയിൽ ഓർമ്മിക്കുന്ന അഭ്യാസം ചെയ്യുന്നതുപോലെ ജ്ഞാനത്തിലും സ്മൃതിയുടെ ശക്തിയാണ്. ജ്ഞാനസാഗര ബാബയിൽ നിന്നും എന്താണോ ജ്ഞാനം ലഭിച്ചത് അത് ഞാൻ ബുദ്ധിയിൽ ഉറപ്പാക്കുന്നു, ഉപയോഗിക്കുന്നു, സ്മൃതി സ്വരൂപമാകുന്നു, അനുഭവം ചെയ്യുന്നു. ദിവസവും വിചാരസാഗരമഥനം ചെയ്യുന്നു. സ്വദർശന ചക്രധാരിയാക്കുന്നു. ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് റിവേഴ്സ് ചെയ്യുന്നു. അപ്പോൾ അനുഭവമുണ്ടാകുന്നു. ജ്ഞാനത്തിൻ്റെ ശക്തിയിലൂടെ ഞാൻ മാസ്റ്റർ സർവശക്തിവാനാകുന്നു. ദിവസവും അമൃതവേളയിൽ തൻ്റെ ഓരോ ശക്തിയെയും സ്മൃതിയിൽ കൊണ്ടുവരുന്നു. മനനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബുദ്ധി ശക്തിശാലിയാകുന്നു. അപ്പോൾ മായയുടെ ആക്രമണമുണ്ടാകില്ല, പരവശമാകുന്നില്ല. മായ വ്യർത്ഥ സങ്കല്പങ്ങളിലൂടെ ബുദ്ധിയെ ദുർബലമാക്കുന്നു. ഇതിൽ നിന്നും മനനശക്തിയിലൂടെ ഞാൻ രക്ഷപ്പെടുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനമാണ് മനനശക്തിയിലൂടെ ബുദ്ധിയെ ശക്തിശാലിയാക്കുന്ന മാസ്റ്റർ സർവശക്തിവാൻ ഭവ എന്ന്. ബുദ്ധിയിൽ എൻ്റെ ടൈറ്റിൽ ഞാൻ സർവ മനുഷ്യാത്മാക്കളുടെയും പൂർവജനാണ്. ഞാൻ പൂജ്യാത്മാവാണ്. ഇത് സദാ സ്മൃതിയിൽ വയ്ക്കുന്നു. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ചൈതന്യരത്നമാണ്. ഞാൻ ശ്രേഷ്ഠാത്മാവാണ്. ശിവവംശി ബ്രഹ്മമുഖവംശാവലി ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവാണ്. ഞാൻ സർവ ആത്മാക്കളുടെയും പൂർവജനാണ്. ഉയർന്നതിലും ഉയർന്ന ശിവബാബയുടെ ആദ്യ രചനയാണ്. ഏതുപോലെ ഭഗവാൻ ഉയർന്നതിലും ഉയർന്നതാണ്, അതുപോലെ വലുതിലും വലിയ പൂർവജൻ ഞാനാണ്. സൃഷ്ടിയിൽ എൻ്റെ പാർട്ട് ആദികാലങ്ങളിൽ ആരംഭിക്കുന്നു. ഞാൻ സദാ ഈ ലഹരിയിലിരിക്കുന്നു. ഞാൻ പൂർവജാത്മാവാണ്, പൂജ്യാത്മാവാണ്. എൻ്റെ ടൈറ്റിലിൻ്റെ സ്മൃതിയിൽ മാസ്റ്റർ സർവശക്തിവാന്റെ സ്മൃതി ഉണർത്തുന്നു. ഞാൻ എൻ്റെ എല്ലാം ഈശ്വരീയ സേവനത്തിൽ സഫലമാക്കുന്നു. മരണം തലയ്ക്കു മുകളിലാണ്. ബുദ്ധിയോഗം ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ സംബന്ധത്തിലും കുടുങ്ങിക്കിടക്കുന്നത് കാരണം വിചാരസാഗരമഥനം ചെയ്യാൻ അറിയുന്നില്ല. ബുദ്ധി കൊണ്ട് മോഹമില്ലാതാക്കുമ്പോൾ
ധാരണയുണ്ടാകുന്നു. അതിനാൽ ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ സംബന്ധത്തെയും മറന്ന് എന്നെ ഓർമ്മിക്കൂ. മോഹത്തിൽ കുടുങ്ങിയാൽ ധാരണയുണ്ടാകില്ല. എപ്പോഴാണോ ദുർഗതിയുണ്ടാകുന്നത് അപ്പോൾ ജ്ഞാനസാഗരൻ സർവരുടെയും സദ്ഗതിദാതാവ് വരികയാണ്. പാവന ലോകത്തേക്ക് പോകാൻ വേണ്ടി തീർച്ചയായും പാവനമാകണം. ഇപ്പോൾ കണക്കെടുപ്പിന്റെ സമയമാണ്. ബാബ വന്ന് എല്ലാവരെയും ഉണർത്തുന്നു, ഉയർത്തുന്നു, ഓർമ്മയുടെ യാത്രയിലൂടെ പാവനമാക്കുന്നു. ദേഹാഭിമാനമുണ്ടെങ്കിൽ ധാരണയുണ്ടാകില്ല. വിനാശം മുന്നിൽ നിൽക്കുന്നു. ബാബയെ ഓർമ്മിച്ച് എൻ്റെ തോണി അക്കരെ എത്തും. ദേഹധാരികളിൽ നിന്നും മോഹത്തെ മാറ്റി മോഹജീത്തായി മാറുന്നു. ദേഹാഭിമാനം നമ്പർ 1 ശത്രുവാണ്. ഇതിൻ്റെ മേലെ വിജയം നേടണം. ബാക്കി എല്ലാ സംഘങ്ങളും ഉപേക്ഷിച്ച് ഒരു ബാബയുമായി ബുദ്ധിയോഗം യോജിപ്പിക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ഓർമ്മയുടെ മന്ത്രത്തിലൂടെ സങ്കല്പത്തിലും കർമ്മത്തിലും അവിനാശി സിദ്ധി പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപമാകുന്നു. ഞാൻ സർവശക്തിവാനായ ഗവൺമെന്റിന്റെ ദൂതനാണ്. ഓർമ്മയുടെ മന്ത്രം പ്രയോജനപ്പെടുത്തുന്നു. എൻ്റെ കൈവശം ആത്മീയ ദൃഷ്ടിയുടെ നേത്രവും മന്മനാഭവയുടെ മന്ത്രവുമുണ്ട്. അതിലൂടെ സങ്കല്പങ്ങളെ സിദ്ധമാക്കി സിദ്ധി സ്വരൂപമാകാൻ കഴിയുന്നു. കർമ്മബോധത്തിനു പകരം ആത്മബോധമുള്ളവരാകൂ. ഓം ശാന്തി.